മുന്നേ ആദ്യം വന്ന ആംബുലൻസ് ഇവിടെ നിർത്തിപ്പെടുത്ത ആളുകളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്. അപകടം നടന്നിട്ടുണ്ട്, ആംബുലൻസുകൾ വരുന്നുണ്ട്, ട്രാക്ക് ഒഴിവാക്കണമെന്ന്. അവരത് മുഖവിലക്കെടുത്തില്ല. ഇത്രയും ആംബുലൻസുകൾ ഇത്രയും എമർജൻസി സിറ്റുവേഷനിൽ ഇവിടെ വന്ന് കുടുങ്ങി കിടന്നു. അതായത് 26-ാം തീയതി പൊന്നാനി റോട്ടിലെ കുറ്റിപ്പുറം ഭാഗത്ത് വെച്ച് ഒരു ബസ് അപകടം, വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് പേരുടെ ജീവൻ പോകേണ്ട ഒരു സമയത്തിൻ്റെ അവിടുത്തെ ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങളും അതേമാതിരി തന്നെ സമയാസമയത്തിന് കിട്ടിയ ആംബുലൻസ് ഡ്രൈവർമാരുടെ ഏറ്റവും വലിയ ഒരു സർവീസ് കൊണ്ട് മാത്രമാണ് അവിടെ വൻ ദുരന്തം ഒഴിവായത്. കാരണം എല്ലാവർക്കും അറിയാം, ബസ് നടുമുറിഞ്ഞു വീണാൻ തന്നെ അത്രയും ജനങ്ങളെ സ്പൈൻകോടൊക്കെ ഫ്രാക്ചറായിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ആ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ കഞ്ഞിപ്പുര ആ ടോൾ പ്ലാസയിൽ നമുക്ക് തന്നിട്ടുള്ളത് വെറും ഫുട്പാത്തിൻ്റെ മുകളിൽ കൂടെ പോകുന്ന ഇന്റർലോക്ക് ഇട്ട ആ വഴിയാണ്. അതും വളരെ സുരക്ഷിതമല്ലാത്ത ഒരു റൂട്ടിലൂടെയാണ് അന്ന് അവർ വഴിയൊരുക്കി തന്നിട്ടുള്ളത്. അതിന് കർശനമായിട്ട് ഈ ഒരു പ്രശ്നം ഇത് ഇന്ന് മാത്രമല്ല, പല അനവധി പ്രശ്നങ്ങളും ഞങ്ങൾക്ക് ഇതിൻ്റെ മുന്നുണ്ടായിട്ടുണ്ട്. അധികാരികളെ എത്തുമ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരമില്ല. സാധാ പോലീസുകാരോട് പറയുമ്പോൾ അവർ എസ് ഐനോട് പറയാൻ പറയും, എസ് ഐനോട് DSPനോട് പറയാൻ പറയും, അവർ പറയും കലക്ടറോട് പറയാം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പരാതികൾ കൊടുത്ത് മടുത്തിട്ടുണ്ട്. അത് ഇവിടെ മാത്രമല്ല, കോഴിക്കോട് ഹൈവേയിലും ഒരുപാട് ആംബുലൻസുകൾ ടയർ പൊട്ടേണ്ട അവസ്ഥയും സൈഡ് ഗ്ലാസ് പൊട്ടേണ്ട അവസ്ഥ. ഇനി അങ്ങനെ ഒരു പ്രശ്നം വരരുത്. തമിഴ്നാട് പോലത്തെ പാലക്കാട് തമിഴ്നാട് ഹൈവേയിൽ ഉണ്ടാകുന്ന അതേ സൗകര്യം, അതിൽ കൂടുതൽ വാഹനങ്ങൾ പോകുന്ന ഈ റൂട്ടിൽ നമുക്ക് അതേമാതിരത്തെ ഒരു സൗകര്യം ഈ കേരളത്തിലും കിട്ടണം. സർപ്രൈസ്, അതായത് ആംബുലൻസ് ഈ ഹൈവേന്റെ അതിന്റെ പ്രോട്ടോകോൾ തന്നെ സ്പീഡ് ട്രാക്ക് എമർജൻസി വാഹനങ്ങൾക്കുള്ളതാണ്. ആ എമർജൻസി വാഹനങ്ങൾക്കുള്ള സ്പീഡ് ട്രാക്ക് അവർ മറ്റുള്ളതിന് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓട്ടോറിക്ഷയും ബൈക്കും പോകുന്ന സൈഡ് മാത്രമാണ് നമുക്ക് തരുന്നത്. അത് കർശനമായിട്ട് ഞങ്ങൾ നിരോധിക്കും. അങ്ങനെയുള്ള ഒരു പ്രശ്നം ഇനിയും തുടർന്നാൽ ശക്തമായിട്ട് ഇതിനൊരു പ്രതിഷേധം, ആംബുലൻസുകൾ ഹൈവേയിലൂടെ പാസ് ചെയ്യൂല. ഇന്നലെ നിങ്ങൾ ഈ കാര്യം ടോൾ പ്ലാസ അധികൃതർ പറഞ്ഞു. ആദ്യം വന്നത് ഒരു ചെറിയ ആംബുലൻസ് ആണ്. അത് വഴിയിൽ പോകാൻ വളരെ പ്രയാസമുള്ളതാണ് എന്നുള്ളതും ഇനി വരാനുള്ളത് വലിയ ആംബുലൻസുകളാണ് എന്നുള്ളതും മനസ്സിലാക്കിക്കൊണ്ട് ആദ്യം വന്ന ആംബുലൻസ് ഡ്രൈവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, ഒരു ബസ് അപകടമുണ്ട്, 10-15 ആംബുലൻസുകൾ വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ടോളിൽ സൗകര്യം ഏർപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ആംബുലൻസ് പോയിട്ടുള്ളത്. പക്ഷെ ആ സൗകര്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അത് ഈ പ്രതികരണത്തിന് ഞങ്ങൾക്ക് നിൽക്കാൻ നേരമില്ല. ഞങ്ങളൊരു ജീവനും കൊണ്ടാണ് പോണത്. തിരിച്ചു വന്നപ്പോൾ നമ്മളെ ആൾക്കാരും അവരെ കൂടെ, അതായത് അവിടെ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നവരും ഒക്കെ ആംബുലൻസിൽ വന്നിട്ടുണ്ട്. അവർ തിരിച്ചു വരുമ്പോൾ അവർ പറഞ്ഞു നമുക്ക് ടോൾ പ്ലാസയിൽ ഇറങ്ങണം, അവരോട് ഇതിന്റെ കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ബംഗാളികളാണ് നമ്മളോട് പറഞ്ഞത്, അത് ജാവോ ബായ് ആവോ ബായ് എന്നുള്ള ഭാഷയല്ലാതെ വേറെ ഒന്നും അവിടെ ഒരു മലയാളികൾക്ക് പോലും അവിടെ ഒരു പ്രാധാന്യമില്ല. അവർ പറയുന്നത് നിങ്ങൾ ഹൈവേന്റെ ആൾക്കാരോട് ആ വീഡിയോ ദൃശ്യത്തിൽ വളരെ വ്യക്തമാണ്, ഹൈവേന്റെ അധികൃതരോട് പോയി പറയാം, നമുക്കൊരു എമർജൻസി എപ്പോഴാണ് വരിക എന്ന് അറിയില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് ഒരിക്കലും പോയിട്ട് ഹൈവേന്റെ ആൾക്കാരെ തെരഞ്ഞു പിടിക്കാൻ പറ്റില്ല. നമുക്ക് ആ മുൻകൂട്ടി ഇതിന്റെ സൗകര്യങ്ങൾ ലഭ്യമാക്കണം. കുറ്റിപ്പുറം അപകടം നടന്ന ആംബുലൻസുകൾക്ക് സുഗമമായി കടന്നു പോകാൻ ഈ ടോൾ പ്ലാസ അനുവദിച്ചില്ല. ആദ്യം വന്ന ആംബുലൻസ് ഇവിടെ നിർത്തിപ്പെടുത്ത ആളുകളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്. അപകടം നടന്നിട്ടുണ്ട്, ആംബുലൻസുകൾ വരുന്നുണ്ട്, ട്രാക്ക് ഒഴിവാക്കണമെന്ന്. അവരത് മുഖവിലക്കെടുത്തില്ല. ഇത്രയും ആംബുലൻസുകൾ ഇത്രയും എമർജൻസി സിറ്റുവേഷനിൽ ഇവിടെ വന്ന് കുടുങ്ങി കിടന്നു. അത് ഇനി ഉണ്ടാവാൻ പറ്റൂല. ഇത് ഞങ്ങൾക്ക് ആംബുലൻസ് ഡ്രൈവർമാർക്ക് വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്ക് 10 മിനിറ്റ് കിടന്നാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷേ അതിൽ കിടക്കുന്ന രോഗികൾക്ക് വേണ്ടിയിട്ടാ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ട്രാക്ക് വേണം. ഉള്ള ട്രാക്ക് ഞങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റൂല ഒരിക്കലും. ആ ട്രാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇവരെ അറിയിച്ചപ്പോ എന്താണ് പറയുന്നത്? ആ ഡ്രൈവർമാര് അവിടെ പോയി തിരിച്ചു വന്ന് ഇവരോട് ചോദിച്ചപ്പോ ഇവരുള്ള ആളുകൾ പറഞ്ഞത് നാഷണൽ ഹൈവേ അതോറിറ്റിയോട് പോയി ചോദിക്കാൻ, അല്ലാതെ ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റൂല എന്നു പറഞ്ഞു. അത് മാത്രമല്ല, അന്നത്തെ ഞങ്ങളെ ഡ്രൈവർ ഇവർ കയ്യേറ്റം ചെയ്തു. അപ്പൊ ഇത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, ആംബുലൻസ് ഡ്രൈവർമാരും ഞങ്ങൾക്ക് വേണ്ടിയല്ല. ഞങ്ങൾക്ക് എത്ര സമയം ഇവിടെ കിടന്നാലും കുഴപ്പമില്ല. ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, രോഗികൾക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവരും കൂടെ നിൽക്കുക.